Hi friends, എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിസ്റ്റക്ക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് DOL സ്റ്റാർട്ടർ അഥവാ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് L&Tയുടെ ഒരു DOL സ്റ്റാർട്ടറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് L&Tയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നെയിം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മേക്ക് ടൈപ്പ് കാര്യങ്ങളൊക്കെ എൻ്റെ തന്നിട്ടുണ്ട്. ഇത് ടൈപ്പ് വരുന്ന MK1 എന്ന് പറയുന്ന മോഡലാണ് ഈ സ്റ്റാർട്ടർ വരിക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം DOL സ്റ്റാർട്ടർ നമ്മൾ 3 ഫേസ് മോട്ടറുകൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാർട്ടറാണ്. അതായത് 0.5 HP മുതൽ 5 HP വരെയുള്ള മോട്ടറുകൾക്കാണ് നമ്മൾ DOL സ്റ്റാർട്ടർ പൊതുവേ ഉപയോഗിച്ച് വരിക. അപ്പോൾ ഈ സ്റ്റാർട്ടറിൻ്റെ ബേസിക് പറയുമ്പോൾ നമുക്ക് ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു ബട്ടണും അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബട്ടണുമാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ നടുക്കുവശത്തായിട്ട് ഒരു ചെറിയ ഗ്ലാസ് പോയിൻറ്റും കാണും. അത് L&T മേക്കിങ്ങിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കമ്പനികൾക്കൊക്കെ അതില്ല. ചില കമ്പനികൾക്ക് മാത്രമേ ആ ഒരു ഹോൾ വരുന്നുള്ളൂ. അപ്പോൾ ഇതിലൂടെ നോക്കിയാൽ നമുക്ക് ഈ റിലേ ഓൺ ഓഫിൻ്റെ സംവിധാനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹോള് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർട്ടറുകൾ പൊതുവേ 3 ഫേസിനും അതേപോലെ തന്നെ നമുക്ക് സിംഗിൾ ഫേസിനും ഉപയോഗിക്കാം. സാധാരണ എല്ലാവരും 3 ഫേസിന് മാത്രമാണ് DOL സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുക. ചെറിയ ചേഞ്ചുകൾ വരുത്തിക്കഴിഞ്ഞാൽ നമുക്കിത് സിംഗിൾ ഫേസ് മോട്ടറുകൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് നമ്മൾ ഈ DOL സ്റ്റാർട്ടറിൽ കാണാൻ സാധിക്കുക. ഒന്ന് ഇതിൻ്റെ കോയിൽ യൂണിറ്റ്, അതേപോലെ തന്നെ രണ്ടാമത്തെ കോണ്ടാക്ട് യൂണിറ്റ്, മൂന്നാമത് വരുന്നത് OLR, നമുക്ക് ഓവർലോഡ് റിലേ പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ വരുന്ന OLR യൂണിറ്റ്. അങ്ങനെ 3 സംവിധാനങ്ങളാണ് നമ്മുടെ DOL സ്റ്റാർട്ടറിൽ വരിക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. അതിൽ നമുക്ക് ഈ കോയിൽ യൂണിറ്റിൻ്റെ ഭാഗം ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇതിൽ മേക്ക് വരുന്നത് L&T മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ കോണ്ടാക്ടറാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ 15 ആംപിയർ 500 വോൾട്ട് AC മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 ആംപിയർ അതേപോലെ തന്നെ 500 വോൾട്ട് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഒന്ന് നോക്കാം. ഇതിൻ്റെ കോയിൽ വോൾട്ടേജ് എത്രയാണ്? ഇതിൻ്റെ സൈഡിലേക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 400 വോൾട്ട്, അതായത് 440 വോൾട്ട് വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് 400. അപ്പോൾ അതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് 440 വോൾട്ട് AC എന്ന് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു 440 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന DOL സ്റ്റാർട്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 3 ഫേസ് DOL സ്റ്റാർട്ടർ കൂടിയാണ്. പൊതുവേ DOL സ്റ്റാർട്ടറുകളുടെ മേക്കിംഗ് സംഭവങ്ങളെല്ലാം 3 ഫേസിലാണ് വരിക. ഇത് നമുക്ക് കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം നമുക്കിത് സിംഗിൾ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പുറകെ പറഞ്ഞുതരാം. ഇനി നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടാക്ട് യൂണിറ്റ് ആണ്. ഈ ഒരു കോണ്ടാക്ട് യൂണിറ്റ് ആണ് നമ്മുടെ 3 ഫേസ് സപ്ലൈ പമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ 3 ടെർമിനലുകളിൽ നിന്നാണ് പമ്പിലേക്ക് കണക്ഷൻ പോവുക. ഇത് നമുക്ക് ഈ കോണ്ടാക്റ്റ് പിടിക്കുന്ന സമയത്ത് പമ്പിലേക്ക് ഡയറക്റ്റ് 440 വോൾട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടോപ്പ് സൈഡിലേക്ക് വരുമ്പോൾ 3 ഇൻപുട്ട് സൈഡാണ്. ഈ ടോപ്പ് വശത്ത് വരുന്നതാണ് ഇൻപുട്ട് 1, 2, 3. ഈ 3 കണക്ഷനാണ് നമ്മൾ RYB കണക്ട് ചെയ്യുക. അതിന് തൊട്ട് പറ്റിയായിട്ട് വരുന്നതാണ് OLR യൂണിറ്റ്, അതായത് ഓവർലോഡ് റിലേ പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആണിത്. നമുക്കിവിടെ നമ്മുടെ OLRൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 4 ആംപിയർ മുതൽ 6.5 ആംപിയർ വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാക്സിമം ആംപിയർ 25 ആംപിയർ എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 3 ഫേസ് മോട്ടറുകളും അതേപോലെ തന്നെ സിംഗിൾ ഫേസ് മോട്ടറുകൾ ഏത് മോട്ടറുകളും ആയിക്കോട്ടെ, നമുക്കതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് എന്ന് വരുന്നത് നമുക്ക് അതിൻ്റെ കൺസപ്ഷൻ കറണ്ടിനേക്കാൾ 3 ടൈംസ് മോർ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 5 ആംപിയർ എടുക്കുന്നൊരു മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15 ആംപിയർ ആയിരിക്കും അത് ഇനിഷ്യലി എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ 25 ആംപിയർ മാക്സിമം റേറ്റിംഗിലിട്ടുള്ളത്. അപ്പോൾ 6.5 എന്ന് പറയുമ്പോൾ ഏകദേശം 24 ആംപിയറിനടുത്ത് 20 ആംപിയറിനടുത്ത് റേറ്റിംഗ് വരും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് മാക്സിമം 25 എന്ന് ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതൊരു ഇനിഷ്യൽ കറണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇനി ടോപ്പ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റോപ്പ് ബട്ടണും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ കാണാം. ഇനി അതിലേക്കുള്ള സപ്ലൈ എത്തുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ടോപ്പ് സൈഡിലായിട്ട് നമ്മളിവിടെ RYB എന്ന് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 2 കണക്ഷൻസ് ബോർഡിൽ കാണാം. ഇത് കോയിൽ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ബ്ലാക്ക് വയർ ഒന്ന് പരിശോധിക്കുക. ഈ ബ്ലാക്ക് വയർ നേരെ വന്നിട്ട് കയറുന്നത് നമ്മുടെ ഈ കോയിലിൻ്റെ 1 സൈഡിലേക്കാണ്. ഇനി അടുത്തത് നമ്മൾ യെല്ലോ വയറിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ യെല്ലോ വയർ ഇവിടെ നിന്ന് വന്ന് ഇവിടെ കയറി. അതേപോലെ തന്നെ ഇവിടെ ഒരു ജമ്പർ കണക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് വന്നു. ഇവിടെ നിന്ന് നേരെ ഈ വയർ ബ്ലാക്ക് വയർ ഇങ്ങോട്ട് എത്തുന്നു. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കിയത് ഒരു 440 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം. 440 വോൾട്ട് എന്നിവിടെ മെൻഷൻ ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടും മെൻഷൻ ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഒരു 3 ഫേസിൻ്റെ DOL സ്റ്റാർട്ടറാണ്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ പമ്പിൻ്റെ റൊട്ടേഷൻ ചേഞ്ച്. നമ്മളിപ്പോൾ ഇടത്തോട്ടാണ് കറങ്ങുന്ന ഒരു പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇടത്തോട്ടാണ് കറങ്ങുന്നതെങ്കിൽ നമുക്കറിയാം എങ്ങനെ ഇതിൻ്റെ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ
ഇവിടെ നിന്നുള്ള 2 കണക്ഷൻസ്, ഏതെങ്കിലും 2 കണക്ഷൻസ് 3 ഫേസ് മോട്ടറിൻ്റെ ഏതെങ്കിലും 2 കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷനെ തിരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇവിടെയാണ് നമ്മുടെ കോണ്ടാക്റ്റ് സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് വരിക. ഈ ഒരു ഇത് പിടിക്കുന്നതിനനുസരിച്ച്, നമ്മുടെ കോയിൽ പിടിക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ കോണ്ടാക്റ്റ് ആകുന്നത്. ഇൻപുട്ട് സൈഡിൽ നിന്ന് വരുന്ന സപ്ലൈ ഓയിലാറിൽ കയറി അവിടെ നിന്ന് നേരെ വരുന്നത് ഇതിൻ്റെ അടിയിലുള്ള കോണ്ടാക്റ്റിലാണ്. അവിടെ നിന്ന് ജമ്പർ ചെയ്താണ് നമുക്ക് ഈ കോണ്ടാക്റ്റ് പിടിക്കുന്ന സമയത്ത് ഈ ടെർമിനലിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് 440 വോൾട്ട് പമ്പിലേക്ക് ചെല്ലുന്നത്. ഇനി നമുക്കിതൊന്ന് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോയിൽ യൂണിറ്റ് ഉണ്ടല്ലോ, ഈ കോയിൽ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാനായിട്ട് അവൈലബിൾ ആണ്. ഇത് നമുക്ക് പുറത്തു നിന്നും വേറെ കോയിൽ മേടിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസിലേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ 440 വോൾട്ടിൻ്റെ കോയിൽ നമുക്ക് അയച്ചു മാറ്റി ഇവിടെ ഒരു 240 വോൾട്ടിൻ്റെ കോയിൽ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ നമുക്ക് ഒഴിവാക്കാം. അതായത് ഈ ബ്ലാക്ക് വരുന്ന കണക്ഷൻസ് നമ്മളിവിടെ നിന്ന് ഒഴിവാക്കി ഈ ടെർമിനലിലേക്ക് ന്യൂട്രൽ കണക്ട് ചെയ്യുക. ഈ യെല്ലോ വയർ നമുക്കിവിടെ കൃത്യമായിട്ടും വേണം. ഈ വയർ ഇവിടെ വന്ന് ഇതേപോലെ കണക്ട് ചെയ്ത് ഇപ്പുറ സൈഡിൽ ഈ ബ്ലാക്ക് വയർ കറങ്ങി വരുമ്പോൾ 230 വോൾട്ട് സപ്ലൈ ആകും. നമുക്ക് ഇൻപുട്ട് സൈഡിലേക്ക് ഇവിടെ നമുക്ക് ഫേസ് കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ ന്യൂട്രൽ ഇവിടെ കണക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഔട്ടായിട്ട് ഇവിടെ ഫേസും ഇവിടെ ന്യൂട്രലും കിട്ടും. അതേപോലെ തന്നെ ഈ ന്യൂട്രലിൻ്റെ ഒരു ജോയിൻറ്റ് നമ്മൾ ഇവിടെ അടിച്ച് ഈ ടെർമിനലിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും വേണം. അപ്പോൾ 230 വോൾട്ടിൽ DOL സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്ന രീതിയാവും. അപ്പോൾ ഇത്രയും ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് DOL സ്റ്റാർട്ടറിനെ പറ്റി പറയുന്നത്. ഇനി നമുക്ക് വലിയ സ്റ്റാർട്ടറുകളെ പറ്റി പഠിക്കാം. അടുത്തായിട്ട് നമുക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുക, നമ്മൾ 0.5 HP മുതൽ മുകളിലേക്ക് 5 HP വരെയുള്ള മോട്ടറുകൾക്കാണ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുക. അതിന് മുകളിലേക്ക് വരുമ്പോൾ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.